എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തിക ഫലം എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഇല്ലേ? ആ ഒരു ചാപ്റ്റർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ, കാന്തികതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ 7, 8 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂവേഷൻ വേണം. എന്താണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലുള്ള ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ബേസിക്സ് ക്ലാസ് ആണ് കേട്ടോ ഇത്. മാഗ്നറ്റിസം, ബേസിക്സ് ഓഫ് മാഗ്നറ്റിസം എന്ന് പറയും. അതായത് കാന്തികത ഇല്ലേ, കാന്തികത എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിസം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ, ഒരു സവിശേഷതയാണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില സബ്സ്റ്റൻസിനുള്ള, എല്ലാ സബ്സ്റ്റൻസിനും ഉണ്ടോ ആ ഒരു പ്രോപ്പർട്ടി? ഇല്ല. ചില സബ്സ്റ്റൻസിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് എന്ത് സംഭവിക്കും? ചില വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെയാണ് ഇങ്ങനെ അട്രാക്ട് ചെയ്യും ഇല്ലേ, ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അതേസമയം ചില വസ്തുക്കൾ തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനെ റിപ്പൽ ചെയ്യും, അകന്നു പോകും ഇല്ലേ. അപ്പൊ ചില വസ്തുക്കൾക്കേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. എല്ലാ വസ്തുക്കളും അട്രാക്ട് ചെയ്യുവോ? ഇല്ല. എല്ലാ വസ്തുക്കളും റിപ്പൽ ചെയ്ത് പോവോ? ഇല്ല. അപ്പൊ ചില വസ്തുക്കൾക്ക് ഇങ്ങനെ എന്താണ് അത് ക്ലോസ് ചെയ്ത് നിൽക്കാനും, അതായത് അടുത്ത് നിൽക്കാനും, അല്ലെങ്കിൽ ചില വസ്തുക്കൾ ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കാനും ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മനസ്സിലാകുന്നു? ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം അല്ലെങ്കിൽ എന്താണ്? കാന്തികത. മലയാളത്തിൽ നമ്മൾ പറയുന്നത് കാന്തികത എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്? മാഗ്നറ്റിസം ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ സബ്സ്റ്റൻസ് വിച്ച് പുൾ ക്ലോസർ ഇല്ല, അടുപ്പിച്ച് നിർത്തുന്നത്. അല്ലെങ്കിൽ എന്താണ്? വിൽ റിപ്പൽ അതർ ഒബ്ജക്ട്സ് ഇല്ല, മറ്റു വസ്തുക്കളെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതൊരു ഫിസിക്കൽ ഫിനോമിനൻ തന്നെയാണ് കേട്ടോ. ശരിക്കും മാഗ്നറ്റിസം ഉണ്ടാകുന്നത് ചാർജസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാന്തികത ഉണ്ടാകും. നമ്മൾ കാന്തികത അപ്പം അല്ലെങ്കിൽ മാഗ്നറ്റിസം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുക, ആ കണ്ടക്ടറിലേക്ക് നമ്മൾ എന്താണ് ഒരു ചാലകം കേട്ടോ, ഒരു ചാലകം എടുക്കുക, അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുകയെന്ന് ചോദിച്ചു. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അതിലൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ അറ്റൈൻ ചെയ്യും. ഈ ഒരു കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ അറ്റൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിസം, ഒരു കാന്തികത അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മാഗ്നറ്റിസം എങ്ങനെ ഉണ്ടാക്കാം? ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൂവിങ് ഇലക്ട്രിക് ചാർജസ് ഇല്ല. ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, വസ്തുക്കൾ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നുണ്ട്? എല്ലാ വസ്തുക്കളും അട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ചില വസ്തുക്കൾ മാത്രമുള്ള അട്രാക്ട് ചെയ്യുന്നുള്ളൂ, അതായത് ആകർഷിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? അയണ്, നിക്കല്, കൊബാൾട്ട് പോലുള്ള വസ്തുക്കൾ ഇല്ല. ആ ഒരു വസ്തുക്കളിലേക്ക് ഒരു മാഗ്നറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു കാന്തം ഇല്ല, ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷെ അതേസമയം വുഡ്, പ്ലാസ്റ്റിക്, ഇതിലേക്കൊക്കെ എങ്ങനെയാണ് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് അത് അട്രാക്ട് ചെയ്യുവോ? ഇല്ല. മനസ്സിലാവും? അപ്പൊ ചില വസ്തുക്കളിലേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? അയണ്, നിക്കല്, കൊബാൾട്ട് പോലെയുള്ള വസ്തുക്കൾ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യും. മാഗ്നറ്റ് അത് അട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ മാഗ്നറ്റ് നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല പല സിറ്റുവേഷൻസിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മെഷീൻസുകൾ, മോട്ടോഴ്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇതിലെല്ലാം എന്തുണ്ട്? മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും ഈ മാഗ്നറ്റ് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എവരിഡേ യൂസസിൽ കേട്ടോ. മോട്ടോഴ്സ്, MRI മെഷീൻസ് അല്ലേ, അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസസ്, നമ്മുടെ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ എന്താണ് ഫോൺ, ഇതിലൊക്കെ എന്താണ് ചെറിയ രീതിയിലുള്ള മാഗ്നറ്റിക് എഫക്റ്റുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി പലതരത്തിലുള്ള മാഗ്നറ്റുകളുണ്ട്. ഇനി അപ്പൊ നമ്മുടെ മാഗ്നറ്റ് ക്ലിയർ ആയല്ലോ? അപ്പൊ മാഗ്നറ്റിസം എന്താന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ? ഒരു പ്രോപ്പർട്ടിയാന്ന് മനസ്സിലായി ഇല്ലേ? വസ്തുക്കളെ അടുപ്പിക്കുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിസം എന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെയെങ്കിൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റ് എന്നാണ് അയണോ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്ന ഇല്ല ഒരു സബ്സ്റ്റൻസ് ഇല്ല, ഏതൊരു സബ്സ്റ്റൻസും ആവാം. അയൺ അല്ലെങ്കിൽ എന്താണ് നിക്കല്, കൊബാൾട്ട്, ഇവയൊക്കെ അട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? ഒരു മാഗ്നറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി പലതരത്തിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്
അല്ലേ? നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മാഗ്നറ്റ്സുകൾ ഉണ്ട് അല്ലേ? നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ തന്നെയുള്ള, നമ്മളൊന്നും ചെയ്യേണ്ട, പ്രകൃതിയിൽ തന്നെ ചില മാഗ്നറ്റ്സുകൾ ഉണ്ട്. അതാണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ മാഗ്നറ്റ്സ് ഈസ് എ മാഗ്നറ്റ് ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ നേച്ചർ. പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ കാണപ്പെടുന്ന മാഗ്നറ്റിനെ നമ്മൾ എന്ത് പറയാം? നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലോഡ് സ്റ്റോൺ കേട്ടോ. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ധാതു ഉണ്ടല്ലോ, അതൊരു സ്റ്റോൺ ആണ് കേട്ടോ. അത് പ്രകൃതിയിലുള്ള മാഗ്നറ്റ് ആണ്. അതിനൊരു അട്രാക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. മനസ്സിലാവുന്നില്ല? ഇപ്പൊ അയണൊക്കെ ഇതിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ലോഡ് സ്റ്റോൺ ആണ് നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ. അതിന് മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ട്, മാഗ്നറ്റൈറ്റ് അറിയപ്പെടുന്നുണ്ട്. അതിന് പക്ഷേ എന്താണ്, വലിയ സ്ട്രോങ് ഒന്നും അല്ല കേട്ടോ. വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിസം ഉണ്ട്, അട്രാക്ട് ചെയ്യും, പക്ഷെ വലിയ സ്ട്രോങ് ഒന്നും അല്ല. അതിന്റെ സ്ട്രെങ്തും അങ്ങനെ എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല, ഒരു ഇറഗുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? വീക്കാണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ നാച്ചുറൽ മാഗ്നറ്റ്സ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ്ഡ് ബൈ ഹ്യൂമൻസ് ഫ്രം മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, അതായത് കാന്തികത ഉള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന മാഗ്നറ്റ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് സ്ട്രോങ്ങർ ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് സ്ട്രോങ്ങർ ആണ്. ക്യാൻ ബി ഷേപ്പ്ഡ് ആസ് നീഡഡ്. നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്. ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റിംഗ് മാഗ്നറ്റ് കണ്ടില്ലേ? റിംഗ് പോലെ ഇരിക്കുന്ന മാഗ്നറ്റുകളുണ്ട്, ഡിസ്ക് പോലെയുള്ള മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിക് നീഡില് കേട്ടോ, മാഗ്നറ്റിക് നീഡില് കണ്ടോ, അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഹോർഷൂ മാഗ്നറ്റ് കണ്ടില്ലേ? ഹോർഷൂ മാഗ്നറ്റ് എന്നാണ് ഈ ഒരു മാഗ്നറ്റ് അറിയപ്പെടുന്നത്. ഇതൊക്കെ എന്താണ്? മാഗ്നറ്റ് തന്നെയാണ്. അത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി, അതായത് സ്ഥിരമായിട്ട് അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാന്തികത ഉണ്ടല്ലോ, അതിന്റെ കാന്ത സ്വഭാവം ഉണ്ടല്ലോ, കാന്ത സ്വഭാവം സ്ഥിരമായിട്ട് നിൽക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ സ്ഥിരമല്ലാത്തവയുണ്ട്. പെർമനന്റ് മാഗ്നറ്റ്സ്, അതായത് മാഗ്നറ്റിസം ഫോർ എ ലോങ് ടൈം. പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് വെച്ചാൽ അതിന്റെ കാന്തികത എങ്ങനെയാണ്? വളരെ കൂടുതൽ കാലം നിലനിൽക്കും. എക്സാമ്പിൾ പറയാം, ബാർ മാഗ്നറ്റ്, ഹോർഷൂ മാഗ്നറ്റ് ഒക്കെ എക്സാമ്പിൾ ആണ്. ടെമ്പററി മാഗ്നറ്റ് ആണെങ്കിൽ ലോസ് മാഗ്നറ്റിസം ഈസിലി, പെട്ടെന്ന് നമുക്ക് തന്നെ മാഗ്നറ്റിസം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേക്ക് നമ്മൾ സോഫ്റ്റ് ആൻഡ് കൊണ്ടുപോയി വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അതും ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സോഫ്റ്റ് ആൻഡ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നോർമലി ഒരു അയനായിട്ട് തന്നെ ആക്ട് ചെയ്യും. മനസ്സിലാണോ? ദാറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്സ്. ഇനി ഇതല്ലാതെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയും കേട്ടോ. പ്രൊഡ്യൂസ്ഡ് ബൈ passing electric current through a coil of wire wound around a soft iron core. കണ്ടില്ലേ? ഒരു സോഫ്റ്റ് അയൺ കോറിൽ എന്താണ്, ഒരു വയർ നമ്മളിവിടെ ചുറ്റി വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിലേക്ക് കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുന്നുണ്ട്? അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ട്, അതായത് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഒരു കോയിൽ ഓഫ് ഫയർ കണ്ടില്ല, അതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്, സോഫ്റ്റ് ആൻഡ് കോറിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്, അതായത് കാന്തിക സ്വഭാവം അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയാം. ഈ ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ പോവും കേട്ടോ. അപ്പം മാഗ്നറ്റിസം എക്സിസ്റ്റ് ഓൺലി എപ്പോഴാണ്? വെൻ ഇലക്ട്രിസിറ്റി ഓർ കറന്റ് ഫ്ലോസ്. മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത നിലനിൽക്കുന്ന എപ്പോൾ മാത്രമാണ്? ആ കറണ്ട് അതിലും വഴി ഫ്ലോ ചെയ്യുമ്പോഴാണ്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ പോകും. ക്ലിയർ ആയല്ലോ? ഇത് വളരെ പവർഫുൾ ആണ് കേട്ടോ, പവർഫുൾ ആണ്, വൈഡ്ലി യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, മോട്ടോഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് കേട്ടോ. മോട്ടോഴ്സ്, ട്രാൻസ്ഫോമർ ഒക്കെ ഇല്ലേ, ട്രാൻസ്ഫോമർ, MRI മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ വരുവാണ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസുകളൊക്കെയാണ് മോട്ടറും ട്രാൻസ്ഫോമറും ഒക്കെ ഉള്ളത്. മനസ്സിലാവുന്നു? നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുവാണ്, എന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്.
ദാറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റ്. ഓർത്തിരിക്കോട്ടെ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. നമ്മൾ അതായത് ഇലക്ട്രിസിറ്റി മാറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകും. ക്ലിയർ ആയല്ലോ? അത് പക്ഷെ മോസ്റ്റ് പവർഫുൾ ആണ് കേട്ടോ. അതിന്റെ നമുക്ക് സ്ട്രെങ്തും മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ, മാഗ്നറ്റിക് സ്ട്രെങ്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ബാർ മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ നമുക്ക് ആ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും കേട്ടോ. അതാ നോക്കുക, ഇറ്റ് ഇസ് എ ടെമ്പററി മാഗ്നറ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡീമാഗ്നറ്റൈസ്. നമുക്ക് ഡീമാഗ്നറ്റൈസ് ചെയ്യാം. സ്ട്രെങ്ത് ക്യാൻ ബി വേരിഡ്. പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ്. പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാം. ജനറലി സ്ട്രോങ് മാഗ്നറ്റ് തന്നെയാണ്. പക്ഷെ ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാകില്ല. MRI സ്കാൻ, ഇലക്ട്രിക് ഗിറ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, സ്പീക്കേഴ്സ്, മൈക്രോവേവ് ഓവൻസ്, ഇതിലൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം അവിടെ നടക്കുന്ന ഡിവൈസുകളാണ് ഇതൊക്കെ. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അപ്പൊ 3 തരത്തിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. നാച്ചുറൽ മാഗ്നറ്റ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സും ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത് മാഗ്നറ്റിക് പോൾസിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മളൊരു മാഗ്നറ്റിസം എന്താണെന്ന് മനസ്സിലായി, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി, നമ്മൾ പലതരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ടെന്നും മനസ്സിലാക്കി. ഇനി ഈ മാഗ്നറ്റിക് പോൾസ് എന്ന് വെച്ചാൽ സപ്പോസ് നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണ്, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് 2 പോള് കാണും. ഏതൊരു ബാർ മാഗ്നറ്റോ അല്ലെങ്കിൽ ഏതൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുത്തു, ഒരു കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു വയറിലേക്ക് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുത്തെങ്കിൽ അതിന്റെ ഒരു സൈഡ് നോർത്ത് പോളും ആയിരിക്കും, മറ്റേ സൈഡ് എന്തായിരിക്കും? സൗത്ത് പോളും ആയിരിക്കും. അപ്പം ഏതൊരു മാഗ്നറ്റ്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണേലും അതിനെന്താണ്? നോർത്ത് പോളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സൗത്ത് പോളും ഉണ്ടായിരിക്കും. എവരി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. മനസ്സിലാവുന്നുണ്ടോ? സിംഗിൾ പോളായിട്ട് അല്ലെങ്കിൽ നോർത്ത് ആയിട്ടോ അല്ലെങ്കിൽ സൗത്ത് ആയിട്ട് മാത്രം ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഏതൊരു മാഗ്നറ്റിനും 2 പോൾ ഉണ്ടായിരിക്കും, നോർത്ത് പോളും സൗത്ത് പോളും. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ചില പ്രോപ്പർട്ടീസുകളുണ്ട്. ഇപ്പം എന്താ നോക്കിയേ, 2 ഇതെന്ന് നോക്കിയേ, ഇവിടെ നോക്കിയോ, ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ ഇരിക്കുന്നു, ഇത് വേറെ ബാർ മാഗ്നറ്റ് ആണ്. ഇതിൽ നോക്കിയേ, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ നോർത്തും സൗത്തും വരുക, അതായത് അൺലൈക്ക് പോൾസ്, ഒരുപോലത്തെ പോൾസ് ആണ്. അല്ല, നോർത്തും സൗത്തും വരുവാണെങ്കിൽ അവിടെ എന്താണ്? അട്രാക്ട് ചെയ്യും. അവിടെ തമ്മിൽ അട്രാക്ട് ചെയ്ത് ടച്ച് ചെയ്തിരിക്കും. അതേസമയം സെയിം പോൾസ്, സപ്പോസ് നോർത്തും ആണെന്ന് വിചാരിച്ചു, നോർത്തും ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ തന്നെ സൗത്തും ആണെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽ ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ? അപ്പം അൺലൈക്ക് പോൾസ് എങ്ങനെയാണ്? അട്രാക്ട് ചെയ്യും. ഓർത്തോളൂ കേട്ടോ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. അതുപോലെ ലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ്? അവിടെ റിപ്പൽ ചെയ്യും. അതായത് നോർത്തും അല്ലെങ്കിൽ എന്താണ്? സൗത്തും ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ അല്ലെങ്കിൽ വികർഷണം എന്ന് പറയാം. അതായത് മാറിപ്പോകും. റിപ്പൽഷൻ എന്ന് വെച്ചാൽ വികർഷണം എന്ന് പറയും. ഇനി നോർത്തും സൗത്തും ആണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അട്രാക്ഷൻ. അവിടെ അട്രാക്ഷൻ, അതായത് ആകർഷണം, അട്രാക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊരു മാഗ്നറ്റിനും 2 പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും ആണുള്ളത്. നോർത്തും ആണെന്നുണ്ടെങ്കിൽ, അതായത് ലൈക്ക് പോളുകളാണെങ്കിൽ, ഒരേ പോളുകളാണെന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോളുകളാണെന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. ക്ലിയർ അല്ല? അപ്പൊ എപ്പോഴും ഒരു മാഗ്നറ്റ് പൊളാരിറ്റി എങ്ങനെയായിരിക്കും? 2 പൊളാരിറ്റിയിലുള്ള നിൽക്കത്തുള്ളൂ. എപ്പോഴും പേയേഴ്സ് ആയിട്ടുള്ള നിൽക്കുമ്പോഴുള്ളൂ. ഒരു സിംഗിൾ മാഗ്നറ്റിക് പോൾ ഒരിക്കലും ഉണ്ടായിരിക്കുമല്ലോ. സപ്പോസ് അത് നോക്കിയേ, ഇതൊരു ആക്സോ ബ്ലേഡ് ആണ്. ആക്സോ ബ്ലേഡിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ അത് ഈ സൈഡ് നോർത്തായി, ഇത് സൗത്തായി. അത് നമ്മളിങ്ങനെ അങ്ങ് ബ്രേക്ക് ചെയ്തു. നടുവേ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കും? ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പോർഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? അത് സൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നോർത്ത് ആണ്, അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പോൾ സൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഓൾറെഡി സൗത്ത് ആയിരുന്നു, അപ്പോൾ ഈ ഒരു സൈഡ് നോർത്ത് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുക. എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും ഒരു പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? അത് സൗത്ത് ആയിട്ടും മറ്റേ പോള് നോർത്ത് ആയിട്ടും. ഒരിക്കലും അത് സിംഗിൾ പോളായിട്ട് നിൽക്കില്ല. എപ്പോഴും മാഗ്നറ്റ് എങ്ങനെയായിരിക്കും? നോർത്തും സൗത്തും ആയിട്ട് നിൽക്കത്തുള്ളൂ. സിംഗിൾ പോളായിട്ട് അത് നിൽക്കില്ല. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് പോൾസ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാ ഇങ്ങനെ ഒരു മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിലെന്താണ്? നോർത്തും സൗത്തും ഉണ്ട്. അപ്പൊ എന്താണ്? അതിന് ചുറ്റും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അതായത് ഇതിന്റെ ഏതെങ്കിലും പരിസരത്തേക്ക് എന്തെങ്കിലും അയണോ അങ്ങനെയുള്ള വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അട്രാക്ട് ചെയ്യും, ഇല്ലേ? അയൺ വരുവാണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യുമല്ലേ? മാഗ്നറ്റ് അതിലേക്ക് അട്രാക്ട് ചെയ്യും.
ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിന് കാരണം എന്താണ്? ഇതിന് ചുറ്റും ആ മാഗ്നറ്റിന്റെ ചുറ്റും എന്താണ് ഒരു ഫീൽഡ് ഉണ്ട്. ഇതിന് ചുറ്റും എന്താണ് ആ മാഗ്നറ്റിസം അറ്റൈൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയ വരെ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് എന്താണ് ഒരു അയണിനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്തൊന്നുമില്ല. പക്ഷെ ഏകദേശം ഒരു ആ ഫീൽഡ് ഉണ്ടല്ലോ, അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ഏരിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അതായത് റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതായത് ഈ മാഗ്നറ്റിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന റീജിയൻ, ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് വെച്ചിട്ടാണ്. കണ്ടില്ലേ ഈ ചിത്രത്തിൽ കണ്ടോ, ഇങ്ങനെ ലൈൻസ് വെച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. മാഗ്നറ്റിന്റെ ചുറ്റും അതിന്റെ ഫോഴ്സ്, മാഗ്നറ്റിന് എന്താണ് ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. കാന്തിക മണ്ഡലം എന്നൊക്കെ പറയാം കേട്ടോ, കാന്തിക മണ്ഡലം എന്നൊക്കെ പറയാം. ദെൻ ആ കാന്തിക മണ്ഡലത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടാണ്. ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ല? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെ ഒരുപാട് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ? നമ്മളത് നോക്കി ഒരു മാഗ്നറ്റ് വെച്ചുകൊണ്ടല്ലേ, ഇതെല്ലാം ഫീൽഡ് ലൈൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അത് ഫീൽഡ് ലൈൻസ് ആണ്, ഇതെല്ലാം അതിനെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഫീൽഡ് ലൈൻസിന് ചില പ്രത്യേകത ഉണ്ട്. ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫീൽഡ് ലൈൻസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് നോർത്ത് ടു സൗത്ത്. ഓർത്തോളൂ കേട്ടോ, ഫീൽഡ് ലൈൻസ് ഗോ ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. നമ്മളൊരു മാഗ്നറ്റ് നമ്മളിങ്ങനെ എടുത്തു, ഈ മാഗ്നറ്റ് നമ്മൾ എടുത്തു, നോർത്തും സൗത്തും ആണ്. അപ്പം ഈ മാഗ്നറ്റിന്റെ പുറത്തു കൂടി ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ കുറേ ഫീൽഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഫീൽഡ് ലൈൻസ് ഇവിടെ ഉണ്ട്. ഈ ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിന്റെ പുറത്തു കൂടി പോകുന്നത് അതിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇതാ ഇങ്ങനെ നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. പ്രത്യേക ഓർത്തണം, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് കേട്ടോ. അതാ നോക്കുക, ഇത് മാഗ്നറ്റിന്റെ പുറത്തുകൂടെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോഴോ ദാ ഇവിടുന്ന് കണ്ടില്ലേ, നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ആ സൗത്തിലേക്ക് വന്നു. ഉള്ളിൽ വരുമ്പോ എങ്ങനെയാണ് ഡയറക്ഷൻ നോക്കിയത്? തിരിഞ്ഞില്ലേ? സൗത്ത് ടു നോർത്ത് ആണ്. നോക്കുക, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. അത് നിങ്ങൾ ക്ലിയർ ആക്കി ഓർത്തിരിക്കുക കേട്ടോ. ഒരു മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്തു, അതിന്റെ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ദിശ എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ്, തിരിച്ചായിരിക്കും. അത് പ്രത്യേക ഓർത്തനം കൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത്, ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാന്ന് ഓർക്കുക. പിന്നെ അതൊരിക്കലും ഈ ഫീൽഡ് ലൈൻസ് കണ്ടില്ല, ഇങ്ങനെ കുറെ ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതൊരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, ഒന്നൊന്നുമായിട്ട് കൂടിച്ചേരൂല കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഓരോന്നിനും ഓരോ എന്താണ് പാത്താണുള്ളത്. ഒരിക്കലും ഒന്നൊന്നിന്റെ മേളിൽ കൂടെ പോയേല, അത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യല. അതിന് ഓരോന്നിനും ഓരോ പാത്താണുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു ചിത്രത്തിൽ കണ്ടില്ലേ, ഇപ്പം ഫീൽഡ്, ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളതിന് ഡെൻസർ ആയിട്ടും വീക്ക് ആയിട്ടുള്ളതൊക്കെ അത് കണ്ടില്ലേ, ഇതൊക്കെ സ്ട്രോങ് ആണ്, ഇതിന്റെ ഉള്ളിലൊക്കെ വീക്ക് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. വീക്കും സ്ട്രോങ്ങും ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഡെൻസർ ലൈനിനെ നമ്മൾ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെൻസർ ആയിട്ടുള്ള ലൈന്. അത് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ മാഗ്നറ്റിന് ചുറ്റും എന്തൊരു ഫീൽഡ് ഉണ്ട്, അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഇല്ല, ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ഒരു ഏരിയനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അവിടെയുള്ള ഇമാജിനറി ലൈൻസ് എന്ന് പറയാം കേട്ടോ. നമ്മൾ ഇമാജിനറി ലൈൻസ് ആണ്, നമ്മളിങ്ങനെ പറയുകയാണ്, ഇമാജിനറി ലൈൻസ് ആയിട്ട് പറയുകയാണ്. അപ്പൊ അതിനെ നമ്മൾ പറയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഓർക്കുക കേട്ടോ, നോർത്ത് ടു സൗത്ത് ആയിരിക്കും ഫീൽഡ് ലൈൻ ഡയറക്ഷൻ. എവിടെ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, മാഗ്നറ്റിന്റെ പുറത്ത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കേട്ടോ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഇനി എന്തുമാത്രം ഇങ്ങനെ കുറെ ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ എല്ലാത്തിന്റെ ടോട്ടൽ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ മാഗ്നറ്റ്. അതായത് ഈ മാഗ്നറ്റിന് ചുറ്റും ഇതുണ്ടല്ലോ, ഈ മാഗ്നറ്റിന് ചുറ്റും കുറെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ട്. ആ ഫീൽഡ് ലൈൻസിന്റെ എല്ലാം എണ്ണത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ക്ലിയർ ആയല്ലോ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഈ വേർഡുകളൊക്കെ നമ്മൾ ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയത്തുള്ളൂ, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറയും. അപ്പൊ അതെന്താന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി
ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. പുറത്താണെന്നുണ്ടെങ്കിൽ നോർത്ത് ടു സൗത്ത് അല്ലേ, ഇതാ നോക്കുക, നോർത്ത് ടു സൗത്ത് ആണെന്ന് കണ്ടു. അപ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്ക്, തിരിച്ച് സൗത്ത് ടു നോർത്തും ആണ്. ക്ലിയർ ആയല്ലോ. ഇതൊരു സിംഗിൾ മാഗ്നറ്റിന്റെ കേസ്. ഇതാ നോക്കിയേ, ഇവിടെ നോക്കി ഒരു 2 മാഗ്നറ്റ് വെച്ചു. ഇതാ ഇവിടെ നോർത്തും സൗത്തും ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, അൺലൈക്ക് പോൾസ് ആണല്ലേ, അൺലൈക്ക് പോൾസ് ആകുമ്പോൾ അട്രാക്ട് ചെയ്യും അല്ല, അട്രാക്ട് ചെയ്യുവാണ്. അതാ നോക്കിയേ, ഫീൽഡ് ലൈൻസ് നോക്കിയേ, ഇങ്ങനെ 2 മാഗ്നറ്റ് ഇരിക്കുമ്പോൾ അതാ നോക്കിയേ, നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് പോകുന്നത്, കണ്ടില്ലേ, നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് പോകുന്നത്. ഇത് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇനി 2 ലൈക്ക് പോൾസ് ആണെങ്കിൽ നോർത്തും ആണെങ്കിൽ എന്താണ് നമുക്കറിയാം, ഇവിടെ എന്താണ് ഈ പോർഷൻ എന്താണ്, സൗത്ത് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഫീൽഡ് ലൈൻസ് എപ്പോഴെങ്ങനെയാണ് നോർത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഇതാ ഇവിടെ സൗത്ത് ഉണ്ട്, മനസ്സിലാവുന്നല്ലേ, ഇവിടെ സൗത്ത് ഉണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ അതിന് റെപ്രസെന്റ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ ലൈക്ക് പോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതായത് ഒരേ പൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അൺലൈക്ക് പോൾസ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ദാ ഈ ഒരു രീതിയിലും ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് എപ്പോഴാണ്, ഔട്ട് സൈഡ് കേട്ടോ, നോർത്ത് ടു സൗത്ത് എപ്പോഴാണ്, ഔട്ട് സൈഡ് ദ മാഗ്നറ്റിന്റെ പുറത്ത്. ഇനി സൗത്ത് ടു നോർത്ത് ഇല്ല, സൗത്ത് ടു നോർത്ത് എപ്പോഴാണ്, ഇൻസൈഡ് ദ മാഗ്നറ്റ് കേട്ടോ, ഇൻസൈഡ് മാഗ്നറ്റിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ്, പുറത്താണെന്നുണ്ടെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ നമ്പറിന് നമ്മൾ എന്ത് പറയും, മാഗ്നറ്റിക് ഫ്ലക്സ് എന്നൊക്കെ പറയും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ബാർ മാഗ്നറ്റും പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം കേട്ടോ. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പെർമനന്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ടെമ്പററി ആണ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചോളം അത് പൊളാരിറ്റി എങ്ങനെയാണ്, കനോട്ട് ബി റിവേഴ്സ്ഡ്, പൊളാരിറ്റി നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ പൊളാരിറ്റി നോർത്തും സൗത്തും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി സ്ട്രെങ്ത്, ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് മാറ്റാൻ പറ്റുമോ, ഇല്ല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിൽ ഇങ്ങനെയാണ്, സ്ട്രെങ്ത് നമുക്ക് ക്യാൻ ബി ചേഞ്ച്, നമുക്ക് ചേഞ്ച് ചെയ്യാം. കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, ഇലക്ട്രിക് കറന്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അതിന്റെ സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാം. ഇനി ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഡു നോട്ട് നീഡ് ഇലക്ട്രിക് കറന്റ് ടു ആക്ട് ആസ് എ മാഗ്നറ്റ്. മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ അതിന് ഇലക്ട്രിക് കറന്റ് ആവശ്യമുണ്ടോ, ഇല്ല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, ഇലക്ട്രിക് കറന്റ് ആവശ്യമുണ്ട് ഇല്ലേ. ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്, ഒരു ഇലക്ട്രിക് കറന്റിന്റെ ആവശ്യമുണ്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് നോട്ട് സോ സ്ട്രോങ്. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചോളം അത്രയ്ക്ക് വലിയ സ്ട്രോങ് ഒന്നുമല്ല. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിനെ സംബന്ധിച്ചോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ സ്ട്രോങ് ആണ്. ക്ലിയർ ആയല്ലോ. ഇലക്ട്രിക് ട്രെയിൻ ഒക്കെ ഇല്ലേ, ഇലക്ട്രിക് ട്രെയിനൊക്കെ ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി വന്നു കഴിയുമ്പോൾ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നു നോക്കാം കേട്ടോ, വർക്ക് ചെയ്യുന്നു ഒക്കെ. അതനുസരിച്ച് ഓരോരോ ഡിവൈസും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇലക്ട്രിക് ട്രെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ടെമ്പററി ആണ് കേട്ടോ, അതിന്റെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. ഇനി വലിയൊരു മാഗ്നറ്റ് ഉണ്ട്, ഏതാണ്, നമ്മുടെ എർത്ത് ഇല്ലേ, ഭൂമി ഒരു മാഗ്നറ്റ് അല്ലേ, ഏറ്റവും ഒരു വലിയ ഇനോമസ് മാഗ്നറ്റ് എന്നൊക്കെ പറയാം. അതിൻ്റെതായ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന ഒരു മാഗ്നറ്റ് ആണ് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഭൂമിയെ നമുക്ക് ഈ കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് നമുക്ക് അതിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് അറിയാമല്ലോ. എവിടെയാണ് ഭൂമിയിൽ നമുക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോർത്ത് എവിടെയാണെന്നും ദിശ എവിടെയാണെന്നൊക്കെ അറിയാനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ എർത്ത് എന്താണ്, ഒരു മാഗ്നറ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. എർത്ത് എപ്പോഴും എന്താണ്, വലിയൊരു മാഗ്നറ്റ് ആണ്, അതിൻ്റെതായ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന ഒരു മാഗ്നറ്റ് ആണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. ഇനി ഈ മാഗ്നറ്റിസം എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ. നാവിഗേഷന് വേണ്ടി കോമ്പസ് കണ്ടില്ലേ, കോമ്പസ് ഉപയോഗിച്ച് നാവിഗേഷന് വേണ്ടി ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ. പിന്നെ മോട്ടോഴ്സിലും ജനറേറ്റർ, എന്താണ് ട്രാൻസ്ഫോമർ ഒക്കെ പറഞ്ഞില്ല, അതിലൊക്കെ എന്താണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഡേറ്റ സ്റ്റോറേജ്, നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ടല്ലോ, ഹാർഡ് ഡിസ്ക് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റോറേജിലൊക്കെ എന്താണ് ഇങ്ങനെയുള്ള മാഗ്നറ്റിക് സ്റ്റോറേജ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ മെഡിസിനിൽ നമ്മൾ എം ആർ ഐ സ്കാനിങ് ടെക്നോളജിയിലെ മാഗ്നറ്റിസം ആണ് കേട്ടോ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് MRI സ്കാനിങ് ഒക്കെ നടത്തുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ട്രെയിനിന്റെ ഒക്കെ കേസിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ, മാഗ്നറ്റിസത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് ദ
മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചാർജസ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്. പക്ഷെ അതിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ മാഗ്നറ്റിസം ഈസ് കോസ്ഡ് ബൈ മൂവിങ് ഇലക്ട്രിക് ചാർജസ്. അതാണ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വേണ്ടത് കേട്ടോ. ഇലക്ട്രിക് ചാർജ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ വരുവാണ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിന് എന്താണ് 2 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ 2 പോൾസും എങ്ങനെയാണ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പറഞ്ഞില്ലേ? മാഗ്നറ്റിക് നോർത്തും സൗത്തും ഉണ്ടെന്ന് പറഞ്ഞു. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ ഒരു എന്താണ് ഫീൽഡായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു മണ്ഡലമായിട്ട്, ഒരു കാന്തിക മണ്ഡലം എന്നൊക്കെ പറയാം, ഒരു കാന്തിക മണ്ഡലമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും കൂടെ വന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഭൂമി എന്താണ് ഒരു വലിയൊരു മാഗ്നറ്റ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ചാപ്റ്ററിലേക്ക് കയറാൻ വേണ്ടിയുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഒന്ന് ഓർത്തെടുക്കോട്ടെ. കാരണം ചില വേർഡുകളും പറയാൻ നേരത്ത് അതൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിനേക്കാളും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ബേസിക്സിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തേക്കാം കേട്ടോ. അതും കൂടെയൊക്കെ ഒന്ന് കാണുക. അപ്പം മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ആ ഒരു ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ബേസിക് ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കുക കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്